അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് സുഭാഷിണി, വീട് തിരുനെല്ലായി. എനിക്ക് വെയിൽ കൊണ്ടാൽ ചൂടുകുരു കഴുത്തിലും മൊത്തം ഉണ്ടാകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ഭയങ്കര അലർജിന് 3-4 വർഷമായി. വെയിൽ കൊണ്ട് അലർജി മൂലം വേദനിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു അച്ഛൻ വിളിച്ച് പറഞ്ഞു. അത് ഞാനാണെന്ന് വിശ്വസിച്ചു. എൻ്റെ കഴുത്തിൽ അതിനുശേഷം പിന്നെ ഒന്നുപോലും വന്നിട്ടില്ല. അന്ന് ഇവിടെ വരുമ്പോൾ എനിക്ക് നല്ല അസ്വസ്ഥതയായിരുന്നു. അത് വലിയ വലിയ കുരുക്കളായിട്ടാണ് സാധാരണ കഴുത്തിന് ചുറ്റും, കഴുത്തിൽ മാത്രം. അത് വെയിൽ കൊണ്ടാലുണ്ടാവും. അന്ന് അച്ഛൻ ആ സന്ദേശം കിട്ടിയതിന് ശേഷം എനിക്കുണ്ടായിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകിച്ച് അലർജി രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നമുക്ക് ഒരുമിച്ച് കോറിയ സന്ദേശമാണ്. ഹസ്തപ്പിതാൻ്റെ ദിനമാണ്. കൂടുതൽ സൗഖ്യങ്ങൾ ഈശോ നൽകാറുണ്ട്. ആ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ അലർജി രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം, മകളുടെ കുട്ടി കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ് അവൻ കുറച്ച് നേരം കളിച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. ഉറങ്ങി എണീച്ചതിന് ശേഷം കുട്ടി 2 അടി വെച്ച് നിന്ന് കരയാൻ തുടങ്ങി. അപ്പം ഇനി എല്ലിന് വല്ല കുഴപ്പമെന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു, കുട്ടിയുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞു. അവർ വന്നു. അതിന് ശേഷം ഞാൻ വെഞ്ചരിച്ച വെള്ളം കുട്ടിയുടെ കാലിലൊഴിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ നാളത്തെ ശുശ്രൂഷയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുക, അവന് കുഴപ്പമൊന്നും ഉണ്ടാവരുതേ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കൊച്ചു വീണിട്ട് ആക്സിഡൻറ്റ് അപകടത്തിൽ എല്ലിനൊന്നും ശതമാനം സംഭവിച്ചില്ല. ഇവർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കൊച്ചിനെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. 1.5 വയസ്സായിട്ടുള്ളൊരു കൊച്ചാണ്. അവനിവിടെ ഇരുന്ന് അവന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. ഹല്ലേലൂയ.